ഹലോ, എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ നമസ്കാരം. അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വണ്ടിയുടെ മിനി ബോബറിൻ്റെ ബേക്കിലെ റിയർ സസ്പെൻഷൻ നമ്മൾ സെറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നോർമലി സ്കൂട്ടിയുടെ സസ്പെൻഷൻ നമ്മൾ ഉപയോഗിക്കാനിരുന്നു, പക്ഷേ അത് നടക്കത്തില്ല. കാരണം നീട്ടം കൂടുതലായതുകൊണ്ട് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നീട്ടം കുറവുള്ളൊരു സാധനം വേണം. അപ്പോൾ ഞാൻ കുറേ ആലോചിച്ചു, അപ്പോൾ ഏത് സസ്പെൻഷൻ എടുക്കുമെന്നുള്ളത്. അങ്ങനെ ഇരിക്കുകയാണ് എനിക്കൊരു സൈക്കിളിൻ്റെ റിയർ സസ്പെൻഷൻ കിട്ടിയത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, സ്കൂട്ടിയുടെ ആ സസ്പെൻഷൻ്റെ മൗണ്ടിങ് ഞാൻ കട്ട് ചെയ്തെടുത്തു. ഇതാണ് ആ മൗണ്ടിങ്. അപ്പോൾ ഇതാണ് നമ്മുടെ ആ സൈക്കിളിൻ്റെ ഷോക്ക് അബ്സോർവർ റിയർ സസ്പെൻഷൻ. അപ്പോൾ ഈ സസ്പെൻഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മുടെ ഈ മിനി ബോബറിൻ്റെ വീലിൽ സസ്പെൻഷൻ കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ക്ലാമ്പ് നമ്മൾ ഈ ഷോക്ക് അബ്സോർവർ നമ്മൾ വെൽഡ് ചെയ്യണം. ഇനി നമുക്ക് വെൽഡിങ്ങിൻ്റെ സെക്ഷനാണ് കേട്ടോ. അപ്പം ഞാൻ ഈ വെൽഡിങ് വലിയ അഗ്രഗണ്യമൊന്നും അല്ല കേട്ടോ. ഈ വെൽഡിങ് ഒക്കെ ചെയ്ത് പഠിക്കേണ്ട ഒരു സംഭവമാണ്. അപ്പം നിങ്ങളൊക്കെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വെൽഡിങ് അറിയുന്നവരാണെന്നുണ്ടെങ്കിൽ സിമ്പിളായിരിക്കും. വെൽഡിങ് അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ട്രെയിൻ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കും വെൽഡ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. വേറെ ആരുടെ സഹായമില്ലാതെ നിങ്ങൾക്കും വെൽഡ് ചെയ്യാം. അപ്പം അങ്ങനെ നമ്മുടെ സസ്പെൻഷൻ മൗണ്ടിങ് ഒക്കെ റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി എന്ത് ചെയ്യാം, നമുക്ക് അടിയിലൊരു 10-ൻ്റെ ബോൾട്ട് വരുന്നുണ്ട്. ആ 10-ൻ്റെ ബോൾട്ട് നമ്മൾ എൻജിൻ്റെ CVT ട്രാൻസ്മിഷൻ ചെയ്യുന്ന ആ ഒരു ബോക്സിൻ്റെ മണ്ടയിലൂടെ ഒരു ചെറിയൊരു മൗണ്ടിങ് ഉണ്ട്, അതിലേക്ക് നമ്മൾ എന്ത് ചെയ്ത് ബോൾട്ട് ചെയ്ത് നിർത്തുക. സിമ്പിൾ. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, സ്പാനർ ഉപയോഗിച്ച് നല്ല രീതിയിൽ ടൈറ്റ് ചെയ്ത് കൊടുക്കണം. കാരണം ഇളക്കമൊന്നും വരാൻ പാടില്ല. കാരണം നമ്മുടെ ഷോക്ക് അബ്സോർവർ ആണല്ലോ, ഷോക്കിനെ അബ്സോർവ് ചെയ്യുന്ന ഒരു സാധനമാണ് ഷോക്ക് അബ്സോർവർ കേട്ടോ. സിമ്പിളായിട്ട് പറയാം. അപ്പം ഈ സസ്പെൻഷൻ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ആ ഒരു മിനി ചോപ്പറിൻ്റെ ആ ഒരു ഡിസൈൻ അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, സെറ്റ് ചെയ്യണം. അപ്പോൾ എനിക്കൊരു പൊസിഷൻ കിട്ടി, ഞാൻ ആ പൊസിഷനിൽ സ്റ്റേ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി എർത്തെല്ലാം കണക്ട് ചെയ്തു. നമ്മൾ എന്ത് ചെയ്യണം, ഒരു പ്ലെയർ ഉപയോഗിച്ച് ഷോക്കിൽ കിട്ടാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, നമ്മളൊരു പ്ലെയർ ഉപയോഗിച്ച് അതൊന്ന് ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒരു ടാക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാം ടാക്ക് ചെയ്തിട്ട് ലാസ്റ്റ് ഫുൾ വെൽഡ് ചെയ്താലും മതി കേട്ടോ. ഞാനിവിടെ ജസ്റ്റ് ഒന്ന് ടാക്ക് ചെയ്തതിന് ശേഷം പ്ലെയറൊക്കെ എടുത്ത് മാറ്റി. പിന്നെ എന്ത് ചെയ്യാം, നമുക്ക് ജസ്റ്റ് ഒന്ന് ഫുൾ വെൽഡ് ചെയ്യണം. അപ്പോൾ അതൊക്കെ നല്ല രീതിയിലൊന്ന് ഫുൾ വെൽഡ് ചെയ്ത് നല്ല സെറ്റാക്കി എടുക്കണം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സസ്പെൻഷൻ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളൊരു വണ്ടി ചെയ്യുമ്പം. കാരണം സസ്പെൻഷൻ എന്ന് പറയുന്ന ഒരു സാധനം നമുക്ക് വണ്ടി ഓടിക്കുമ്പോൾ വളരെ ഒരു റോള് വഹിക്കുന്ന ഒരു സാധനമാണ്. അപ്പം അതിൻ്റെ കംപ്രഷനൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ ഈ ഷോക്ക് അബ്സോർവറിൻ്റെ. അത് തിരിച്ചു കൊടുത്താൽ മതി. അപ്പം നല്ല രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, വെൽഡ് ചെയ്ത് കൊടുക്കണം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ വെൽഡിങ്ങിന് വലിയ അഗ്രഗണ്യമൊന്നും അല്ലാന്ന്. പക്ഷേ ചെയ്യുന്ന വെൽഡിങ് ഒക്കെ പിടിക്കുന്നുണ്ട് കേട്ടോ. എന്താ അറിയില്ല, ചെയ്ത് ശീലിച്ചതിൻ്റെ ആ ഒരു ഇതായിരിക്കാം. അപ്പോൾ 2 സൈഡിലും വെൽഡ് ചെയ്യണം, ഉള്ളിലും വെൽഡ് ചെയ്യണം, പുറത്തും വെൽഡ് ചെയ്യണം. എന്നാൽ മാത്രമേ അത് സ്ട്രോങ് ആവത്തുള്ളൂ. അങ്ങനെ പുറമേയും ഉള്ളിലെല്ലാം വെൽഡ് ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ നമ്മുടെ സസ്പെൻഷൻ റെഡിയായി. അപ്പം ഇതാണ് നമ്മുടെ ഓവറോൾ കാണുന്ന സസ്പെൻഷൻ. അപ്പോൾ നമ്മുടെ ഈ സസ്പെൻഷനും കാര്യങ്ങളൊക്കെ നമുക്ക് അയച്ചെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. എല്ലാം നട്ട് ബോൾട്ടാണ്, അല്ലെങ്കിൽ ടൈപ്പ് ആണെന്നേ ഉള്ളൂ കേട്ടോ. അപ്പം നമ്മുടെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ അമർത്തണം. അപ്പം ഇനി ഇതിൻ്റെ സീറ്റ് വെക്കുന്ന വീഡിയോ വരുന്നുണ്ട്, പിന്നെ നമ്മുടെ ജീപ്പിൻ്റെ വീഡിയോ വരുന്നുണ്ട്. എല്ലാ വീഡിയോസും നമുക്ക് ഇനി ഈ ഒരു ചാനൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അപ്പം നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പം നമുക്ക് സീറ്റിൻ്റെ വെക്കുന്നതിൻ്റെ ആ ഒരു ജസ്റ്റ് മോഡലും കൂടെ കാണിച്ചിട്ട് നമുക്കത് വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.